പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഉണ്ടായിരുന്ന ആ പദ്ധതി, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദൈവ സൃഷ്ടിയിൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറിഞ്ഞു, ഒരു വലിയ സമൂഹമായിരുന്നു കർത്താവിൻ്റെ മനസ്സിൽ. എങ്ങനെയുള്ള സമൂഹം? ദൈവത്തെ രാജാവും പിതാവുമാക്കിയ ഒരു വിശുദ്ധ സമൂഹം. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി പാപത്തിലേക്ക് മാറിയതുകൊണ്ട് നാച്ചുറലി ആ പദ്ധതിക്ക് കോട്ടം സംഭവിച്ചു. മനുഷ്യൻ പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നു. അവന് നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി കൊടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ആ പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ഒരു നിയമനമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അതിനുശേഷം പാപം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പരിഹാരം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവം ചെയ്യുന്നതിനേക്കാൾ, മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവം നേരത്തെ മുന്നറിഞ്ഞിരുന്നു. എന്നാൽ ദൈവം അതുകൊണ്ട് എന്നാൽ പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട തീരുമാനിച്ചില്ല. പാപം ചെയ്താൽ അതിനുള്ള പരിഹാരം പാപം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം അത് നിത്യതയിൽ തന്നെ അതിനെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അത് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. യേശു വന്നു, അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ വിടുതൽ നൽകി. എന്നാൽ അത് ഒരു തുടക്കം മാത്രമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകിയെന്ന് മാത്രമല്ല, തൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ആത്മാവുമായിട്ടുള്ള സംസർഗത്തിലൂടെ നമ്മളെ ആത്മാവിൻ്റെ ശക്തി, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കിയതുകൊണ്ട് പാപത്തിൻ്റെയും നേരത്തെ ഉണ്ടായിരുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി അവൻ നൽകി. അപ്പോൾ പാപമോചനം നൽകി, പാപത്തിൻ്റെ ശക്തിയെ കെടുക്കുന്ന രീതിയിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ നൽകി. എന്ന് തന്നെയല്ല, ആത്മാവ് നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മളെ ആത്മസ്വഭാവമുള്ളവരാക്കി തീർത്തു. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ നമ്മളെ അവൻ തേജസ്സിലേക്ക്, ക്രിസ്തു നമ്മിൽ ഉരുവാകുവോളം, ആ തേജസ്സിലെത്തുവോളം നമ്മളെ കൊണ്ടുപോവുകയാണ്. കാര്യം, തേജസ്സുള്ള മനുഷ്യനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ മനസ്സിലെ ആ സ്വപ്നത്തിൻ്റെ ഒരു ഹയർ വേർഷനേ ഉള്ളൂ വീണ്ടെടുപ്പിൽ, അല്ലാതെ കുറഞ്ഞ വേർഷനല്ല. അപ്പോൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി, അത് അതേ അളവിലോ അതിൽ കൂടുതലോ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഈ തേജസ്സുള്ള മനുഷ്യൻ തേജോമയനായ ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു. അത് നിരന്തര സമ്പർക്കം, ഊഷ്മളമായ ബന്ധം. ആ ബന്ധമാണ് നഷ്ടപ്പെട്ടത്. യേശു വന്നത് ഈ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാനാണ്. വീണ്ടും ദൈവവുമായിട്ട് ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം യേശു ഭൂമിയിലേക്ക് വന്ന് നമ്മളെ വിളിക്കുന്നതും അതാണ്. നമ്മളെ വിളിക്കുന്നത് ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ആത്മാക്കൾക്ക്. അപ്പോൾ വെറും രോഗസൗഖ്യമോ അതുപോലെയുള്ള കടഭാരം മാറുന്നതോ മാത്രമൊന്നുമല്ല. അതിനൊന്നും നമ്മൾ എതിരൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിൽ വന്നത് നമ്മളെ ആത്മാക്കൾക്ക് റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറേഷൻ. ഇവിടെ ആശ്വാസം എന്ന് പറയുമ്പോൾ റെസ്റ്റ് എന്നുള്ള വാക്ക്, ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് പറയുന്ന ആ റെസ്റ്റോറേഷനിലൂടെയാണ് റെസ്റ്റ് ഉണ്ടാകുന്നത്. എന്ത് റെസ്റ്റോറേഷൻ?
ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ഉള്ള ആ റെസ്റ്റോറേഷൻ. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അവിടെ നുകം എന്ന് പറയുന്നത്, നമുക്കൊക്കെ നുകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യ മനസ്സിൽ വരുന്നത് ഒരു ബന്ധനം എന്ന നിലയിലാണ്. പക്ഷേ യേശുവോടെ നുകമെന്ന് പറയുന്നത് പങ്കാളിത്തം എന്ന നിലയിലാണ്. അതായത് മാറി നിന്ന്, നമ്മളിപ്പോൾ ഒരു കാളയെ പൂട്ടി നമ്മൾ ഒരു പാടത്ത് ഒരു കാളയെ പൂട്ടി ഉഴുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ചു. അപ്പം നമ്മൾ ഉഴുന്നു, കാള മുന്നോട്ട് പോകുന്നു. കാള ഒരു നുകത്തിൻ്റെ കീഴിലാണ്. പക്ഷേ യേശു ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ ഉഴുമെന്നല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുകളിൽ നുകം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് ചാട്ടവാറും കൊണ്ട് അടിക്കുമെന്നല്ല പറയുന്നത്. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ? ആ നുകം എന്ന് പറയുന്നത് പങ്കാളിത്തമാണ്. അതിൻ്റെ ഒരു നുകത്തിൻ്റെ കീഴിൽ എൻ്റെ കഴുത്ത്, മറ്റേ നുകത്തിൻ്റെ കീഴിൽ ആരാണെന്നറിയാമോ? യേശുവാണ്. അപ്പോൾ യേശു ഒരു നുകത്തിൻ്റെ കീഴിലും, അതിൻ്റെ നുകമെന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ വേയിൽ പ്ലവിങ്, ഇത് 2 കാളപ്പൊടിയാണല്ലോ ഇടുന്നത്. അപ്പോൾ യേശു പങ്കാളിത്തത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. യേശു പറയുന്നത്, നീ എൻ്റെ പങ്കാളിയാകാനായിട്ട് വരാനാ. നുകം ഒരു ബന്ധനമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. ഈ നുകത്തെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന വലിയ ഭീതിയൊന്നും ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ടുപോയല്ലേ ബ്രദറെ എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഏതാണ്ടൊരു പെട്ടുപോയതുപോലെ. അങ്ങനെയല്ല, ഇതൊരു വലിയ ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയിലുള്ള ദൈവിക പദ്ധതി, ഈ നുകത്തിൻ്റെ പ്രത്യേകത ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ല, ഒരുമിച്ചാണ് പോകുന്നത് എന്നതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആത്മാവാകുന്ന ദൈവവുമായി ആത്മബന്ധത്തിൽ പിതാവും മക്കളും എന്ന നിലയിലുള്ള ആ ജനസമൂഹത്തിൽ ആ സംസർഗത്തിന് ഇടവേളകളില്ല എന്നുള്ളതാണ്. അൺസീസിങ് ഫെലോഷിപ്പാണ് ദൈവവുമായിട്ടുണ്ടായിരുന്നത്. ആദമും ഹവ്വയും തമ്മിലുള്ള ബന്ധം അൺസീസിങ്, അതായത് ഇടവേളകളില്ലാത്ത ബന്ധമാണ്. ശരിക്കും പല സിമിലികളും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഈ മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞായറാഴ്ച വന്ന് കൊമ്പ് വന്ന് മുന്തിരിവള്ളിയെ പറ്റിപ്പിടിച്ചിരിക്കുകയല്ലോ, ആണോ? അല്ല. ഒരിക്കൽ പറ്റിപ്പിടിച്ചാൽ പിന്നീട് എന്തില്ല, മാറിപ്പോകാൻ പറ്റത്തില്ല. അതിനെയാണ് അൺസീസിങ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ദൈവ സംസർഗത്തിൽ 24/7 അവനുമായിട്ടുള്ള സഹവാസത്തിൽ കഴിയുവാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, ആ ദൈവത്തെ നമ്മൾ പിൻപറ്റണം, ആ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കണം. ആ ദൈവവുമായിട്ടുള്ള സഹവാസമാണ് നമുക്ക് എല്ലായ്പ്പോഴും അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഇതിൽ നിന്ന്, അതുകൊണ്ട് ഞാനിതിനെ അൺസീസിങ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത്, അതായത് ഇടവേളകളില്ലാത്ത ഒരു ബന്ധം. നമുക്കെല്ലാത്തിനും ഇടവേളകളുണ്ട്. ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ബ്രേക്ക് ഉണ്ട്. അപ്പം പറയുന്നത് കേട്ടില്ലേ, ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ എ ബ്രേക്ക്. അന്നേരമാണ് നമ്മൾ അടുക്കളയിൽ മെഴുക്കുവരട്ടിക്ക് ഇട്ടിരിക്കുന്നതൊന്ന് പോയി പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ പലരുടെയും വീട്ടിൽ അടുപ്പത്തിരിക്കുന്നത്, പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിഞ്ഞു പോകുമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ടി വിക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ ബ്രേക്കില്ല, അഥവാ ഇടവേളകളില്ല. അങ്ങനെ ഇടവേളകളില്ലാത്ത ഒരു ബന്ധമാണ് ആദമും ഹവ്വയും ദൈവവും തമ്മിൽ പ്ലാൻ ചെയ്തതെങ്കിൽ, ഇന്നും ദൈവം പ്ലാൻ ചെയ്യുന്നത് ഇടവേളകളില്ലാത്ത ബന്ധമാണ്. 24/7 ഈ നിരന്തര ബന്ധത്തിലേക്കാണ് യേശു വിളിക്കുന്നത്. എൻ്റെ നുകമേറ്റുകൊണ്ട്. ഈ നുകത്തിനകത്ത് കയറിയാൽ പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ പോകത്തില്ല, പോകാൻ നമുക്ക് ആഗ്രഹമില്ല. ഇതൊരു ബന്ധനമല്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയതുപോലെ, നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, യേശു ആകുന്ന ശ്വാസം നമ്മളിലേക്ക് ഊതുകയാണ്. യേശു എന്നിൽ വസിക്കുകയാണ്. ഐ ആം ബ്രീത്തിങ് ജീസസ്.
ആത്മജീവൻ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്ന് ആത്മജീവൻ മനുഷ്യന്റെ ജീവശ്വാസമായി ഒഴുകിയതുപോലെ ഇപ്പോൾ യേശു വന്ന് അത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് വീണ്ടും നൽകുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായവർക്ക്, അങ്ങനെയുള്ളവർക്കാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളായവർ പിന്നെ മക്കളായിട്ട് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അല്ലാതെ നമുക്കുള്ള ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും പറഞ്ഞതാ, അതായത് നമ്മളൊക്കെ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. യേശുവിനെ എന്തെങ്കിലും ഒരിക്കൽ കൈപൊക്കി രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ആശ്വാസത്തോടു കൂടെ ഇരിക്കുകയും വീണ്ടും പഴയ ലോകത്തിലേക്കും പഴയ ജീവിതത്തിലേക്കും പോവുകയും ചെയ്താൽ നമ്മൾ യേശുവിനെ ബ്രീത്ത് ചെയ്യുന്നില്ല. നമ്മൾ യേശുവിനെ ബ്രീത്ത് ചെയ്യുന്ന ഒരു അനുഭവം, അപ്പോൾ നമ്മൾ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു, അവനെപ്പോലെ ആവുകയാണ്. അങ്ങനെ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ അവൻ്റെ ഭാവവും രൂപവും നമ്മളിലുണ്ടായി അങ്ങനെ അവൻ്റെ മക്കളാകുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം ഒരു ഉയർന്ന ധാർമ്മികത, കാര്യം ധാർമ്മികനായ ദൈവം ഒരു ഉയർന്ന ധാർമ്മികത നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. വിശ്വാസികളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, ഇപ്പം ലേവ്യാപുസ്തകം 20:26 നമ്മൾ കണ്ടത്, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുവിൻ. 1 പത്രോസ് 1:14 നമ്മൾ കാണുന്ന കാര്യം അതാണ്. ഒരു ഉയർന്ന ധാർമ്മികത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സാധാരണക്കാരനെ പോലെ ജീവിച്ചാൽ പോരാ, അവന് ഒരു ഉയർന്ന ധാർമ്മികത അനിവാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. കാര്യം ഈ മതത്തിൽ പലപ്പോഴും ആളുകൾ ധാർമ്മികത ആവശ്യപ്പെടുന്നില്ല, പകരം ആചാരങ്ങളും, മതത്തിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും ഉണ്ട്, ആചാരങ്ങൾ അനുഷ്ഠിക്കുക, ട്രഡീഷൻസ് ഫോളോ ചെയ്യുക, പിന്നെ പ്രാക്ടീസ് റിച്വൽസ്. അപ്പോൾ അതൊക്കെയാണ് പാരമ്പര്യങ്ങൾ പിന്തുടരുക. പ്രാക്ടീസ് റിച്വൽസ്, ഫോളോ ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ പിന്തുടരുക, പിന്നെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതം സംതൃപ്തമാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ധാർമ്മികതയെക്കുറിച്ച് പലപ്പോഴും ഒരു മന്ത്രവാദിയുടെ അടുത്ത് നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഞാനിപ്പോൾ ആഫ്രിക്കയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി മന്ത്രവാദികൾ ഒത്തിരി ഉണ്ട്, അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി ചെന്നാൽ, ആരെങ്കിലും ഒരുത്തൻ ചെന്നാൽ അവൻ ഒരിക്കലും ചോദിക്കത്തില്ല നിൻ്റെ അയൽക്കാരനുമായിട്ടുള്ള നിൻ്റെ ബന്ധം എങ്ങനെയാണ്, നിൻ്റെ അമ്മായിയമ്മയുമായിട്ടുള്ള നിൻ്റെ ബന്ധം എങ്ങനെയാണ്, ഇതൊന്നും അവർ ചോദിക്കത്തൊന്നുമില്ല. അവർ പറയുന്നത് നീ ഇന്ന കാര്യങ്ങൾ, നമ്മൾ ഇവിടുത്തെ മന്ത്രവാദികളാണെങ്കിൽ ഒരു കോഴി, 2 ചരുവം പാല്, അല്ലെങ്കിൽ കുറേ അഞ്ജനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇന്ന പൂവ്, അതെല്ലാം കൂടെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യങ്ങളും അവർ ചോദിക്കുന്നില്ല. അതാണ് റിലീജിയൻ്റെ പ്രത്യേകത. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം, ദൈവം എപ്പോഴും ധാർമ്മികത ആവശ്യപ്പെടുന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന ധാർമ്മികത അവൻ ആവശ്യപ്പെടുന്നുണ്ട്. 15-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ ഒരു പ്രത്യേക കാര്യം, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. പിന്നെ പറയുന്നതെല്ലാം ധാർമ്മികതയാണ്. നമ്മുടെ ദൈവം മൊറാലിറ്റി സൂക്ഷിക്കുകയും മൊറാലിറ്റി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ഒരു ഹയർ മൊറാലിറ്റി നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? നീ ആരാണ് നിന്റെ കൂടാരത്തിൽ പാർക്കുന്നത്, ആരാണ് നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നത്? നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അപ്പം അടിസ്ഥാനപരമായി ദൈവം നമ്മളിൽ നിന്ന് ഒരു മൊറാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ്. റിലീജിയനിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റിലീജിയനിൽ അത് ഒരിക്കലുമില്ല. യേശുവിനെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കർത്താവ് നല്ല ക്ലിയർ ആയിട്ട് ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. അപ്പോൾ അനുസരിക്കാൻ ചില കൽപ്പനകൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ചില പ്രീച്ചേഴ്സ് കൽപ്പനയില്ല, കൽപ്പനയൊക്കെ പഴയ നിയമമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി
മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറേ എണ്ണമുണ്ട്. അത് കേൾക്കാൻ സുഖമായതുകൊണ്ട് അവരുടെയൊക്കെ കുറേ ആൾക്കാർ പോവുകയും ചെയ്യും. യു സി. പക്ഷേ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ, അഥവാ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെങ്കിൽ, പുത്രത്വത്തിൻ്റെ തേജസ് നമുക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ, അതിന് യോജിക്കുന്ന ഒരു ജീവിത രീതി നമുക്ക് ഈ ഭൂമിയിൽ തന്നെ വേണം. വി നീഡ് ടു ലിവ് എ ലൈഫ് ലൈക്ക് ദാറ്റ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങളത് എല്ലാവരും വായിക്കേണ്ട, എപ്പോഴും ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കേണ്ടതായ വേദഭാഗമാണ് മത്തായി 5, 6, 7. കാര്യം കർത്താവ് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതായ കാര്യങ്ങളാണ്. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ കൽപ്പനയെല്ലാം തീർന്നു, ഇനി ആരും ഒരു കൽപ്പനയും അനുസരിക്കേണ്ട എന്ന് പറയുന്നത് കർത്താവ് പറയാണ്. ഞാൻ വന്നത് കൽപ്പന ഇല്ലാതാക്കാനല്ല, കൽപ്പന നിവർത്തിക്കാനാണ്. നിവർത്തിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ അവരനുസരിച്ച കൽപ്പനകൾക്കും അപ്പുറത്തായിട്ട് അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി അത് കൂടുതൽ ആഴത്തിൽ അനുസരിക്കാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇനിയിപ്പോൾ നീ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഇതൊക്കെ ഓരോ ടീച്ചിങ്, ഓരോ പുതിയ ടീച്ചിങ്, പിശാച് കൊണ്ടുവരുന്ന ഓരോ ടീച്ചിങ്ങാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ പാപമെല്ലാം ഓൾറെഡി മായിച്ചു കളഞ്ഞു, അതുകൊണ്ട് നീ ഇനിയിപ്പോൾ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല. വേറൊരു പാർട്ടി പറയുന്നത്, കർത്താവ് മരിച്ചപ്പോൾ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി ആരും നരകത്തിൽ പോകത്തില്ല. ഏറ്റവും ഒടുവിൽ സാത്താനോട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞ ഒരു പാർട്ടി വരെയുണ്ട്. അതെല്ലാം കേട്ട് കൈയടിക്കാനായിട്ട് കുറേ ആളുകളും ഉണ്ട്. പക്ഷെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത്? ഇന്ന് വന്ന് കർത്താവ് പറയുന്നതിന് വലിയ കാര്യമില്ല എന്നുള്ള നിലയിൽ അങ്ങനെയുണ്ട്. വേറൊരു പാർട്ടി അതേ പറയുന്നത്, യേശുക്രിസ്തു ജീവിച്ചപ്പോൾ അതേ പഴയ നിയമകാലത്താണ് ജീവിച്ചത്, പൗലോസ് വന്നതിന് ശേഷമാണ് സുവിശേഷമാകുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ അത്യാവശ്യമില്ല, പൗലോസ് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. എന്തെല്ലാം തരത്തിലുള്ള ദുരുപദേശങ്ങളാണ്. ഞാനിതൊക്കെ ഇവിടെ പറയുന്നത്, തുറന്നു പറയുന്ന കാര്യം. നാളെ ഇത് കേട്ടാൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകരുത്. അതിനുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പുറകെ പോകരുത്. ദുരുപദേഷ്ടാക്കന്മാരുടെ ആരുടെയെങ്കിലും ഒരു പേര് വല്ലതും പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ മൈൽസ് മൺറോയുടെ പേര് പറഞ്ഞു. ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആ മെസ്സേജ് കേട്ടിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ്. നമ്മളെ ഒരു സഹോദരി ഒരാൾക്ക് അയച്ചു കൊടുത്ത് മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് മൈൽസ് മൺറോയ്ക്ക് എതിരായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അന്നേരം തന്നെ എൻ്റെ മെസ്സേജ് ഓഫ് ചെയ്തെന്ന്, ഇനി മേലെ കേൾക്കത്തില്ലെന്ന്. കാര്യം മൈൽസ് മൺറോയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം. മൈൽസ് മൺറോ ദുരുപദേശകനാണെന്ന് പറഞ്ഞ സാജുവിൻ്റെ മെസ്സേജ് ഇനിയും കേൾക്കത്തില്ല. അങ്ങനെയുള്ള ആളുകൾ. ഞാൻ ആ സഹോദരിക്ക് ഒരു ക്ലിപ്പിംഗ് അയച്ചു കൊടുത്തു, മൈൽസ് മൺറോ എന്താ പറഞ്ഞെന്നുള്ളത്. മൈൽസ് മൺറോ എന്താ പറഞ്ഞെന്നറിയാമോ? യേശു അല്ല സുവിശേഷം, ദൈവരാജ്യമാണ് സുവിശേഷം. യേശു വാതിലകത്തോട്ട് കയറാനുള്ളതേ ഉള്ളൂ. ആരെങ്കിലും വാതിലേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, വാതിലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? യേശുവിൻ്റെ പുറകെ അങ്ങനെ നടക്കേണ്ട ഒരു കാര്യമില്ല. അകത്ത് കയറ്, ദൈവരാജ്യം, അവിടെ സമൃദ്ധി. യേശു പറഞ്ഞു, ഞാൻ വഴി ആർക്കാ വേണ്ടത്? ഡെസ്റ്റിനേഷനാ പ്രധാനം. ഞാൻ ഡെസ്റ്റിനേഷനാണെന്ന് യേശു പറഞ്ഞില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇവർ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന. അപ്പം ഒരു ദുരുപദേശകനെ ഒന്ന് പുറത്ത് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾ നിർത്തി. കുഴപ്പമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിത്യത നഷ്ടപ്പെടുന്നത് ഓർത്ത്. കാര്യം നമുക്ക് യേശു ഇല്ലാതെ, യേശു അല്ല സുവിശേഷമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. യേശു അല്ല സുവിശേഷം. ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അവൻ്റെ ആണികൾ അടിച്ച ആണിയെക്കുറിച്ച്, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഇതൊന്നും പ്രസംഗിക്കേണ്ട ഒരു കാര്യവുമില്ല, അതൊന്നും വിഷയമല്ല. ദൈവരാജ്യം, യേശു രാജ്യമല്ല, ദൈവരാജ്യമല്ല, യേശു വാതില. അതുകൊണ്ട് വാതിലെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ചാകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ വ്യക്തി ദുരുപദേശക്കാരനാണെന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെസ്സേജ് വേണ്ട. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന ഓർത്തുള്ള ദുഃഖം കൊണ്ടാണ് ഞാനീ പറയുന്നത്. യേശു വേണ്ട എന്ന് പറയുന്നു. ഒരുപക്ഷെ ഇതൊന്നും അദ്ദേഹം കേട്ട് കാണത്തില്ല.
മൈൽസ് മൺറോ നല്ല ഒരു പോസിറ്റീവ് പ്രീച്ചറാണ്. ഈ പോസിറ്റീവ് മരിച്ചുപോയി പോസിറ്റീവ് പ്രീച്ചിങ് ഉണ്ടല്ലോ, നീ അങ്ങനെ ഉയർന്നു വരും, അതാണ് ഇതാണ്, നിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്. വേദോസം പഠിപ്പിക്കുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി പാപിയാണെന്നാണ്. പാപത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെന്തോന്ന് പ്രസംഗം? ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് മൈൽസ് മൺറോ. അദ്ദേഹത്തെ കർത്താവ് ആ സഹോദരനെ വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? പ്രിയമുള്ളവരെ, ദുരുപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ദുരുപദേശമാണെന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരൊക്കെ ദുരുപദേശങ്ങളെ എടുത്തു കാണിച്ചവരാണ്. അങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് കൃത്യമായി പറഞ്ഞവരാണ്. അതുകൊണ്ട് കൽപ്പന വേണ്ട. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിലെ എല്ലാവരും സ്വർഗത്തിലെ ഇനി പോകത്തുള്ളൂ, അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നത് ദുരുപദേശമാണെന്ന് എനിക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ. നിങ്ങളെന്നെ ക്രൂശിച്ചെന്ന് പറഞ്ഞാലും എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ പീപ്പിൾ. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്, സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ മൈൽസ് മൺറോയെ എതിർത്തിട്ട് എന്തെടുക്കാൻ? അങ്ങേരെ എൻ്റെ അമ്മാച്ചനൊന്നും അല്ലല്ലോ. അങ്ങേര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ എതിർക്കുന്നത്, വ്യക്തിയെ അല്ല എതിർക്കുന്നത്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ, വ്യക്തി എനിക്ക് അറിയത്തുമില്ല. ഒരു ബൊഹീമിയൻ, ഒരു പ്രീച്ചർ, ഒരു ബ്ലാക്ക് പ്രീച്ചർ, എത്രയോ നല്ല പ്രീച്ചേഴ്സ് ബൊഹീമിയായി എന്ന് തന്നെയുള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് രാജ്യമോ കളറോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ആണ്. ടീച്ചിങ്, ദാറ്റ് ഈസ് ദി ഓൺലി തിങ്. അങ്ങനെ ദുരുപദേശത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളതാണ്. യേശുവിലൂടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു വിഭാവനം ചെയ്യുന്ന ഒരു ഹയർ മൊറാലിറ്റി നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത് റിലീജിയൻ പഠിപ്പിക്കുന്ന മൊറാലിറ്റിയെക്കാളും വലുതാണ്. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, പഴയ നിയമത്തിൽ എന്തുമാത്രം കൽപ്പനയായിരുന്നു, പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ഏതാണെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു, കൽപ്പനയൊന്നുമില്ലെന്ന്. അങ്ങനല്ല. പഴയ നിയമത്തിലുള്ള കൽപ്പനയുടെ ആന്തരിക അർത്ഥത്തിലേക്ക് കടന്ന് ഏറ്റവും അധികം കൽപ്പനകളാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവരുടെ നീതി വേണ്ട എന്നാണോ പറഞ്ഞത്? അല്ല, അവരുടെ നീതി പോരാ, അതിനും അപ്പുറത്തായിരിക്കണമെന്ന്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിക്കും അപ്പുറത്തായിരിക്കണം നമ്മുടെ നീതി എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ചില ഉദാഹരണങ്ങളും കർത്താവ് അവിടെ പറയുന്നുണ്ട്. നമ്മളുടെ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതിയുണ്ട്. പക്ഷേ അവരുടെ നീതി എന്ന് പറയുന്നത് കൽപ്പനകളുടെ ആക്ഷരികമായ അനുസരണമാണ്, അതിനപ്പുറത്തോട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ സ്പിരിറ്റ് ബിഹൈൻഡ് എവ്രി കമാൻഡ്മെന്റ്, അത് കുറച്ചുകൂടെ ആഴത്തിലാണ്. കൽപ്പന അനുസരിക്കണം, അതിനപ്പുറത്ത് ആ കൽപ്പന തന്ന ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയണം. അതെങ്ങനെ അറിയുന്നത്? അക്ഷരത്തിനപ്പുറത്ത് കൽപ്പനകളെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലൊരു സംസർഗമുണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ കൽപ്പന തന്നത് അതാണ്, പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനും അപ്പുറത്തുള്ള ഒരു ധാർമ്മികതയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. യേശു ചില കാര്യങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും നിങ്ങൾ പൂർവന്മാരോട് അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കൊല ചെയ്യരുത്, അതായത് മറ്റൊരാളുടെ ജീവൻ ഇല്ലാതെയാക്കരുത് എന്നുള്ളത് പഴയ നിയമത്തിലെ കൽപ്പനയാണ്. അത് ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചിരുന്നു, കൊല ചെയ്യരുത്. എന്നാൽ യേശുവിൻ്റെ അനുഗാമിക്ക് ആ നീതി പോരാ, അതിനെ കവിയണം. സഹോദരനെ കൊല്ലുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ എന്താണ്? നമ്മൾ സഹോദരനെ നമ്മൾ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയാണ്, അവൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഇല്ലാതെയാക്കുകയാണ്. എന്നാൽ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. സഹോദരന്റെ ജീവൻ പിച്ചാത്തി കൊണ്ട് കുത്തി അപഹരിച്ചാൽ അവൻ ലോകത്തിലില്ലാതെയാകും. പക്ഷേ സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ
കോപിക്കുന്നവൻ, സഹോദരനോട് കോപിക്കുന്നവൻ, സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ, സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നവൻ, അവനെ നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയാണ്. ഈസ് നോ മോർ ഇൻ യുവർ ലൈഫ്. യു ആർ നോട്ട് ലവിങ് ദം. അവനോട് സ്നേഹമില്ല, കരുണയില്ല. നിങ്ങൾ കൊല ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. കർത്താവ് പറയുക, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഓൾറെഡി മോശയിലൂടെ നമുക്ക് ലഭിച്ച ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആക്ഷരികമായി ഒരു മനുഷ്യനെ കൊല്ലരുത്. പക്ഷെ കർത്താവ് പറയുക, ആക്ഷരികമായി കൊല്ലുന്നത് മാത്രമല്ല, മനസ്സിൽ കൊന്നാലും അത് കൊലപാതകമാണ്. സാഹോദര്യം നിഷേധിക്കുന്നത് കൊലപാതകമാണ്. അതിൽ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് പറയുന്നത്. ഇല്ലേ? അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് പറയുന്നു. 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിന്, അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇന്നിപ്പോൾ ആരും നരകത്തെക്കുറിച്ച് പറയരുത്, പാപത്തെക്കുറിച്ച് പറയരുത്. ഇതൊക്കെയല്ലേ ഇന്നത്തെ പ്രസംഗങ്ങൾ. ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല. മനുഷ്യൻ പാപിയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പറയാതിരുന്നിട്ട് എന്താ അർത്ഥം? പാപി എന്ന് വിളിച്ചുകൊണ്ട് നടക്കണമെന്നുള്ളതല്ല. പക്ഷേ മനുഷ്യൻ പാപിയാണെന്നുള്ള സത്യം വിളിച്ചു പറയാതിരുന്നാൽ അവൻ എങ്ങനെ മാനസാന്തരപ്പെടുന്നത്? മാനസാന്തരപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് ആകെ സ്വോത്രകാഴ്ച കിട്ടിയാൽ മതിയല്ലോ. ഒരു വ്യക്തിയുടെ മാനസാന്തരം നടക്കണമെങ്കിൽ അവൻ അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടാകണമെങ്കിൽ അവൻ ഇപ്പോഴേത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി പാപിയായ മനുഷ്യന് പാപബോധം ഉണ്ടാകണം. ചിലപ്പോൾ കരയും, ചിലപ്പോൾ അലറി കരഞ്ഞെന്നിരിക്കും. പഴയ കാലത്തൊക്കെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പാപബോധം ഉണ്ടായിട്ട് ആളുകൾ അനുതാപത്തോടുകൂടെ കരയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു. ഇന്നിപ്പോൾ ആരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ആർക്കും അനുതാപമില്ല, കരച്ചിലുമില്ല. ആരും നരകത്തെക്കുറിച്ച് പറയുന്നേയില്ല. നരകത്തെക്കുറിച്ച് പറയരുതെന്നാണ് പലരും പറയുന്നത്. നരകത്തെക്കുറിച്ച് പറയരുതെന്ന്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള അമേരിക്കയിലെ ഒരു പ്രീച്ചർ അയാൾ പറഞ്ഞത്, എൻ്റെ സഭയിൽ വരുന്നവരോട് ഞാൻ നിങ്ങൾ ആരാ, എന്തൊക്കെ ചെയ്തു, ഇതൊന്നും ചോദിക്കാറില്ല. എൻ്റെ സഭയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാകണം. ഐ ഡു നോട്ട് ആസ്ക് യു ഹൂ യു ആർ, വാട്ട് യു ആർ ഡൂയിങ്. വെൻ യു കം ടു മൈ ചർച്ച് ഐ വോണ്ട് യു ടു ഫീൽ ഗുഡ്. അങ്ങനത്തെ ഫീൽ ഗുഡ് സഭകൾ ഒത്തിരിയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സുഖം. യേശു അങ്ങനെ സുഖിപ്പിക്കുന്ന ആളല്ലായിരുന്നു. കാര്യം അവരെ സുഖിപ്പിച്ചു വിട്ടാൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നത്തിലേക്ക് കയറി വരുവാൻ അവന് കഴിയാതെ പോകും. അതുകൊണ്ട് കൽപ്പനകളുണ്ട്. യേശുവും അവൻ പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് കൽപ്പനയാ. ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് പറയാൻ യേശുവിന് അവകാശമുണ്ട്. കാര്യം അവൻ ദൈവമാണ്, അവൻ യേശുവാണ്, അവൻ നിയമദാതാവാണ്. ഈ ദൈവം തന്നെയാണ്, ഈ യേശു തന്നെയാണ് ഈ കൽപ്പന കൊടുത്തതും. പഴയ നിയമത്തിലെ കൽപ്പനയെ യേശു അറിയാതെ കൊടുത്തതൊന്നുമല്ല. പഴയ നിയമത്തിലെ ദൈവം അങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ ദൈവം ഇങ്ങനെ പറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല. പഴയ നിയമത്തിൽ അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പുതിയ നിയമത്തിൽ ആ കൽപ്പനയെക്കുറിച്ച് പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ കൊല ചെയ്യരുതെന്ന് പറഞ്ഞു, എന്നാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാഹോദര്യത്തിൻ്റെ നിഷേധമാണ്, കൊലപാതകമെന്നായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനൊക്കെയും ശിക്ഷാവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് കോപിക്കുന്നവൻ അത്രയ്ക്കും എല്ലാവരും ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് യേശുവാ പറയുന്നത്. കാര്യം അവൻ നിയമദാതാവാണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിച്ചു തരാൻ യേശുവിനെ പോലെ അവകാശമുള്ളവർ വേറെ ആരുമില്ല. ഞാനൊരിക്കൽ ലണ്ടനിൽ വളരെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേർ, 10-15 വയസ്സ് 12 വയസ്സൊക്കെയുള്ള ടീനേജ് പിള്ളേരുടെ ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു 13 വയസ്സുള്ള ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? മോശ നിയമം കൊടുത്ത ആളാണ്, യേശു നിയമം കൊടുത്ത ആളല്ലല്ലോ. അപ്പം അതുകൊണ്ട് മോശയാണല്ലോ യേശുവിനേക്കാൾ വലിയ ആൾ. അപ്പം ഞാൻ നോർമൽ വേയിൽ പെട്ടെന്നൊരു ഉത്തരം പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവനോട് പറഞ്ഞു, മോനെ, മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. മോശ അല്ലായിരുന്നോ നിയമം കൊടുത്തത്? ഞാൻ പറഞ്ഞു, മോശ നിയമം കൊടുത്തെന്നുള്ളതേ ഉള്ളൂ, കൊടുത്തത് ദൈവമാണ്. കാര്യം മോശ ഒരിക്കലും പറഞ്ഞില്ല ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞില്ല. ദസ് സെയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതേ മോശ പറഞ്ഞുള്ളൂ. കാര്യം മോശയ്ക്ക് നിയമം കൊടുക്കാനുള്ള അവകാശമൊന്നും ഇല്ല.
മോശ നിയമം കൊണ്ടുവന്നയാളാണ്, നിയമം കൊണ്ടുവന്നയാൾ. എന്നാൽ യേശു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഐ സേ അൺടു യു, ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് പറയാൻ യേശുവിന് അവകാശമുണ്ട്. കാര്യം അവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നിയമം കൊടുക്കാൻ പറ്റുള്ളൂ. അത് ദൈവമാണ്. അതുകൊണ്ട് ജീസസ് വാസ് ദ ലോ ഗിവർ, നോട്ട് മോസസ്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. യേശു ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ന്യായപ്രമാണ ദാതാവായ യേശു ന്യായപ്രമാണത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല. എന്നാൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ എന്തായിരുന്നു എൻ്റെ മനസ്സിലെന്ന് യേശു പറയുക. എൻ്റെ മനസ്സിലെന്തായിരുന്നു എന്ന് ഞാൻ പറയാം. അല്ലാതെ പിച്ചാത്തിയെടുത്ത് കുത്തുന്നത് മാത്രമല്ല കൊലപാതകം. നിന്റെ ഹൃദയത്തിൽ നിന്റെ സഹോദരനെ കൊല്ലാൻ നിനക്ക് കഴിയും. സാഹോദര്യം നിഷേധിക്കുന്നവനെല്ലാം കൊലപാതകനാണ് എന്ന് പറയുകയാണ്. പ്യൂരിറ്റി ഓഫ് ദി ഇന്നർ ബീയിങ് ആണ് യേശുവിന്റെ ഡിമാൻഡ്. സാഹോദര്യത്തിന്റെ നിഷേധം അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഇതൊരു ഹയർ മോറൽ ഇൻസ്ട്രക്ഷനാണ്. അതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നാം അവനെപ്പോലെ വിശുദ്ധനായിരിക്കണമെന്നാണ്. സഹോദരനെ നിസ്സാരനാക്കുന്നവൻ, അവനെ കണക്കാക്കാതിരിക്കുന്നവൻ, സഹോദരന് തന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ, സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ, ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമായി അഥവാ അതിനോട് ചേർന്ന് നിൽക്കുന്നതായി കർത്താവ് പഠിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരനെ വെറുക്കുന്നവനൊക്കെയും, 1 യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ, ഇഫ് യു ഹേറ്റ് യുവർ ബ്രദർ യു ആർ എ മർഡറർ. ഇതൊക്കെ ഇന്ന് ആരോടാ പറയേണ്ടത്? ആരാ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനിരിക്കുന്നത്? സഹോദരനെ നിസാര, റാഖ ഒരു സിറിയക് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രേറ്റ് കണ്ടംപ്റ്റ്. നിസാര, അവൻ വന്നിരിക്കുക എന്ന് നമ്മുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. അങ്ങനെയുള്ള ഉപദേശമാണ് യേശുവിൻ്റേത്. നമുക്കൊരു ചിന്തയുണ്ട്, എന്തെല്ലാം കാണിച്ചിട്ടും വന്നിരുന്ന് ആരാധിച്ചാൽ ഉടനെ തന്നെ എല്ലാം ആരാധനയിൽ ബന്ധനം അഴിയും, എല്ലാം അഴിഞ്ഞങ്ങ് പോകുമെന്ന്. ആദ്യം നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങൾ യേശു പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാര്യം നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതാണ് കർത്താവ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ആ മനസ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 23-ാം വാക്യത്തിൽ, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വഴിപാടിനേക്കാൾ വലുതാണ് സാഹോദര്യമെന്ന. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആരാധനയേക്കാൾ വലുതാണ് സാഹോദര്യം. നീ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പറയും, എന്താ എനിക്ക് ആരോടൊന്നുമില്ല, എനിക്ക് പ്രയാസമൊന്നുമില്ല. ഇവിടെ പറയുന്നത് നിനക്കുണ്ടോ ഇല്ലയോ എന്നല്ല ഉള്ളത് മാത്രമല്ല, നിനക്കുണ്ടാകാൻ പാടില്ല, നിനക്ക് ആരോടും ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ആരോടും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിന്നോട് ആർക്കെങ്കിലും മനസ്സിൽ വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആരാധന നിർത്ത്, പോയി ആദ്യം അവനോട് നിരന്നുകൊള്ളുക. സഹോദര, പണ്ടത്തെ പോലെ അല്ലല്ലോ, എന്നോട് കണ്ടിട്ടൊരു എന്താ പ്രയാസം, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പോയി പറഞ്ഞ് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നീ നിന്റെ വഴിപാട് കഴിക്കുക. ആരാധന വേണ്ട എന്നല്ല പറയുന്നത്, വഴിപാട് വേണ്ട എന്ന് പറഞ്ഞില്ല. ചിലർ പറയുന്നത് അങ്ങനെ നന്നായിട്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ആരാധനയൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. അങ്ങനല്ല. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, അവിടെയെല്ലാം നമ്മൾ കാണുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഔട്ടറായിട്ടുള്ള കൊലപാതകം എന്താണ്? സ്വാഭാവികമായും
നമ്മൾ ആക്ഷരികമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ഷരികമായി ചെയ്യുന്നതിനെ മാത്രമേ ശാസ്ത്രിമാരും പരീശന്മാരും അപലപിച്ചിരുന്നുള്ളൂ. ഹൃദയത്തിൽ കൊല ചെയ്യുന്നതിനെക്കുറിച്ച് അവരാരും സംസാരിച്ചില്ല. പക്ഷേ യേശു പറഞ്ഞു, കൊലപാതകം ഹൃദയത്തിലാണ് തുടങ്ങുന്നത്. വ്യഭിചാരവും അതുപോലെയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ആന്തരികമായ വിശുദ്ധിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആന്തരികമായ വിശുദ്ധി. ആന്തരികമായ വിശുദ്ധി ഉണ്ടെങ്കിൽ പുറമേയും വിശുദ്ധമായിരിക്കും. പക്ഷേ ആ ഇന്നർ ബീയിങ്ങിൻ്റെ പ്യൂരിറ്റിയാണ്, നമ്മുടെ അന്തരാത്മാവിൽ നാം ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവം കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്വപ്നമാണ് അത്രയ്ക്കും വിശുദ്ധ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ അവിടെ ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ വിശുദ്ധിക്ക് സമാനതയുള്ള വിശുദ്ധി നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. അതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. അതിന് വീണ്ടും ജനിക്കാത്ത ഒരാൾക്കും കഴിയില്ല. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇൻഹെറിറ്റൻസ് ആയിട്ട് എന്താണ് ദൈവത്തിൻ്റെ റിസോഴ്സസ് നമുക്ക് ദൈവം തരുന്നുണ്ട് എന്ന് തന്നെയല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മളത് വായിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മളിൽ നൽകിയിരിക്കുകയാണ്. ആ ആത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്കിങ്ങനെ ഒരു ആത്മീയ ജീവിതം ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നത്തെ വലിയ പ്രശ്നം, പാപത്തെ പാപമെന്ന് വിളിക്കുന്നതിന് പോലും വിശ്വാസികൾ പോലും ഇന്ന് തയ്യാറാകുന്നില്ല. ഒരു കാലത്ത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പാപങ്ങളെ ഇന്ന് കോമൺ ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത് കോമൺ തിങ് എന്ന നിലയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ ക്രൈമിനെ മാത്രമേ സിൻ എന്ന് വിളിക്കൂ. സിൻ എന്ന് വിളിക്കുന്നില്ല, ക്രൈം. ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം. കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവും ഉണ്ട്, പാപവും ഉണ്ട്. കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി എന്താണ് കുറ്റം? കുറ്റമെന്ന് പറയുന്നത് നിയമപരമായി ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അവൻ കുറ്റവാളിയാണെന്ന് പറയുന്നത്. കുറ്റവാളി നിയമപരമായി അവൻ ശിക്ഷിക്കപ്പെടും. അതൊഴികെ യാതൊന്നും പാപമെന്ന് നമ്മൾ വിളിക്കാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഒരു വലിയ പ്രശ്നമായത്. ഞാൻ മൊസാംബിക്കിൽ 13 വർഷം മുമ്പ് ഞാൻ ചെന്ന സമയത്ത് സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുക, യങ് പിള്ളേരാണ്. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈ സ്നാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം പോലെയാണ്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അതിനുശേഷമാണ് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്നത്. അതുപോലെ കർത്താവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അവരോട് ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിക്കാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് മുറി തരുമോ? അവർ പറഞ്ഞു മുറി തരത്തില്ല. ഞാൻ പറഞ്ഞു അതാ പറഞ്ഞത്. കാരണം ഒരുമിച്ച് വിവാഹം കഴിച്ചാൽ മാത്രമേ നമുക്ക് മുറി കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീക്കും അവർ മുറി കൊടുക്കാത്തത്? അവർ പറയുക ചുമ്മാ ചെന്നാൽ പറ്റത്തില്ല, പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ പൈസ കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ? മുറി കിട്ടത്തുള്ളൂ. അപ്പം ജെയ്മി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ജെയ്മി ഒരു ലോയറാണ്. അപ്പോൾ ജെയ്മിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിൻ്റെ നാട്ടിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീക്കും മുറി കിട്ടുമോ ഒരുമിച്ച് താമസിക്കാൻ? അതിപ്പോൾ അവരുടെ കാര്യമല്ലേ, ദാറ്റ് ഈസ് ദെയർ തിങ്. അത് നമ്മളെന്തിനാണ് ഇടപെടുന്നത്? അവൻ അവിടുത്തെ ലോയറാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ നടക്കത്തില്ല, ഇന്ത്യയിൽ നടക്കത്തില്ല. ഇന്ത്യയിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീ ഒരുമിച്ച് ചെന്നാൽ മുറി കൊടുക്കത്തില്ല എന്നൊക്കെ ഞാൻ അന്ന് വീരവാദം മുഴക്കി. പോയിട്ട് ഇവിടെ വന്ന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ന്യൂസ്, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കാമെന്ന്. ഇപ്പം പാപമെന്ന് നമ്മൾ വിളിച്ചിരുന്ന കാര്യത്തെ കുറ്റമല്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത്. ഈ സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സഭകളിൽ പോലും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണ് പാപം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ എവറിബഡി ഡസ് ദാറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്. പിള്ളേർ പ്രധാനപ്പെട്ട വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? അതിനകത്തെന്ത് ഇത്ര വലിയ പ്രശ്നം? നിങ്ങളൊക്കെ പണ്ടത്തെ ഏതോ നൂറ്റാണ്ട് ജീവിക്കേണ്ടിയവരാണെന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പറയും അത് നിങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഞങ്ങളൊന്നും അങ്ങനൊന്നുമല്ല, ഞങ്ങൾ വളരെ വിശാലമായി ചിന്തിക്കുന്നവരാണ്. ഇത് പാപമെന്ന് പറഞ്ഞൊരു കാര്യമില്ലാത്ത നിലയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ വേദപുസ്തകം പറയുന്ന
ആ സിൻ എന്ന വാക്ക് നമ്മൾ അത് പ്രകാരമുള്ള ഏത് പ്രവൃത്തിയും ഉപേക്ഷിക്കണമെന്നുള്ളത്, എന്നാലേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ആ വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവനാണ് തേജസ്സിൽ എത്തിച്ചേരുന്നത്. അല്ലാതെ അപ്പം നിയമപരമായി ശിക്ഷ കിട്ടുന്നതിനെ മാത്രം കുറ്റം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, അത് നമ്മുടെ സഭകളിലേക്കും കൂടെ വ്യാപിക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല ഇന്ന് സംഭവിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഈ കേൾക്കുന്ന നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നമ്മൾ എത്ര നികൃഷ്ടരായ ആളുകളായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തുമാത്രം തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നിയമപരമായി കുറ്റം മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപത്തോട് ചേർന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ കുറ്റക്കാരാണ്. ദൈവം പ്യൂരിറ്റി ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പ്രവൃത്തിയിൽ മാത്രമല്ല, പകരം ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഇന്നർ ബീയിങ്ങിൽ വിശുദ്ധി സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, നമ്മളെ ഇന്നർ ബീയിങ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ആ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. നോക്കുക, ആ എക്സ്പ്രഷൻ, ഒരു കവറിങ്ങുമില്ല. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന പരിശുദ്ധി എന്ന് പറയുന്നത് അതാണ്. ഞാൻ യേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലും യേസാണ്. നമ്മൾ ഈ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഹീ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയും. സ്വാഭാവികമായി ഹീ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയുന്നത്, ഒരുത്തൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി, അല്ലേ? നമുക്കറിയാം, അവൻ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യും. ഡിപ്ലോമസി എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മെഴുക്ക് വരട്ടിയൊക്കെ കാര്യങ്ങളെല്ലാം ഒന്ന് ഇതായിട്ട്. ഇപ്പോൾ ഒരു കാര്യം, ഒരു ചൊല്ലിങ്ങനെയാണ്, വെൻ എ ഡിപ്ലോമാറ്റ് സേസ് യെസ് he means wait, and when he says wait he means no. ഒരു ഡിപ്ലോമാറ്റ് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ അവൻ്റെ ഹൃദയത്തിലൊന്നും ഇത് ചെയ്തു കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവൻ പറയുന്നത് യെസ് എന്നായിരിക്കും. ഇനി അവൻ പറയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഇത് നടക്കാൻ പോകുന്നില്ലെന്നാണ്. അവനെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഡിപ്ലോമസിയാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം. സമൂഹത്തിൽ പറയുന്നത് അവൻ അത്ര റൂഡൊന്നുമല്ല, ഈസ് എ ഡിപ്ലോമാറ്റ്, നല്ല ഡിപ്ലോമാറ്റിക്കായിട്ടേ അവൻ ഇടപെടത്തുള്ളൂ. ഡിപ്ലോമാറ്റിക്കായിട്ട് ഇടപെടുന്നതിനെ ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായ ഒരു സമൂഹമായി വന്നിരിക്കുന്നു. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. വെൻ യു സേ യെസ് യു നീഡ് ടു മീൻ ഇറ്റ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അത് പറയാൻ. അപ്പോൾ സെക്യുലർ ഫീൽഡിൽ തന്നെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്, പറയുന്നത് ചെയ്യുന്നവനെ നമ്മൾ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ, ശരിക്കും ആത്മീയമായി നോക്കിയാൽ എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എ മാൻ ഹൂ സേസ്, വെൻ ഹി സേസ് യെസ് ഹി മീൻ ഇറ്റ്, ആൻഡ് ഓൾസോ ഈവൻ ഇൻ ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അതായത് അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും ഒന്നായിരുന്നാൽ മാത്രം പോരാ, അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കും അവൻ്റെ ചിന്തയും ഒന്നായിരുന്നാൽ മാത്രമേ നമുക്കൊരാൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണെന്ന് പറയാൻ നമുക്ക് ആത്മീയമായി പറ്റുകയുള്ളൂ. ഇൻക്ലൂഡിങ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളുടെ ലോകത്തിൽ പോലും ഒരു കറപ്ഷൻ ഇല്ലാതെ നമുക്ക് ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത് മാസത്തിൽ ഒരിക്കലൊക്കെ വായിച്ചാൽ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷെ പലരും നമ്മുടെ സഭകളിൽ പലപ്പോഴും, പൊതുവേ ഉള്ള സഭകളുടെ കാര്യം ഞാൻ പറയാം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് മിക്കപ്പോഴും ഒരു പ്രസംഗം കേൾക്കുന്നത് സ്വാഭാവികമല്ല. പക്ഷെ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ, പിന്നെ ചിലപ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ ആരാ ജീവിക്കുന്നത്? നമ്മുടെയൊക്കെ ഒരു പ്രശ്നം അതാ, ആരാ ജീവിക്കുന്നത്? ഇത് ആരെ കൊണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ആരെ കൊണ്ടും സ്വാഭാവികമായി ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഒരുവൻ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, പാപത്തിൻ്റെ പ്രമാണത്തെ അടിമപ്പെടേണ്ടതായ കാര്യമില്ല.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അല്ലാത്തവർക്ക് പ്രയാസമാണ്. സ്വാഭാവികമായി ഇങ്ങനെ ജീവിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. പക്ഷേ യേശു ഒരിക്കലും നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണോ ദൈവം? അല്ല. അവൻ പറയുന്നു, ശരിയാണ്, നിനക്ക് കഴിവില്ല, പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും, എൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയാണ് അവൻ നമ്മെ അവൻ്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കും. ആ ശക്തിയിൽ, ആ പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്ന, കർത്താവിന് കീഴടങ്ങിയിരുന്ന കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാമത്തെ 20-ാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. യേശു എന്നിൽ ജീവിച്ചാലേ ഈ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാര്യം ഈ ജീവിതം യേശുവിൻ്റെ ജീവിതമാണ്. ആ ജീവിതം ജീവിക്കാൻ യേശു തന്നെ എന്നിൽ ജീവിക്കണം. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. താഴെയൊക്കെ പറയുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവനെ മറ്റേതും തിരിച്ചു കാണിക്കുക, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ക്രിസ്തീയ ജീവിതം ഭയങ്കര നഷ്ടമുള്ളതാണ്. ഒത്തിരിയൊക്കെ നഷ്ടപ്പെടും. ചിലപ്പം പുതപ്പ് പോകും, ചിലപ്പം ഉടുപ്പ് പോകും, ചിലപ്പോൾ അടികൊള്ളും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ എന്തു വേണം? കൃത്യമായിട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ, കർത്താവ് നമ്മിൽ ജീവിക്കുവാൻ. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. പണ്ടത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ റോമൻ പട്ടാളക്കാർക്ക് ശമ്പളം കുറവാണ്, പക്ഷെ അവർക്ക് പിടിച്ചു പറിക്കാം. പിന്നെ അവർക്ക് ചില പ്രിവിലേജസ് ഉണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ നിനക്ക് ശമ്പളം മതി എന്ന് വെപ്പിൻ എന്നൊക്കെ പറയുന്നത്. ശമ്പളം കുറവാണ്. എന്നാൽ ഇവനെ ചുമട് ചുമന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് പറയുന്നത്, നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഈ ചുമട് അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. 1 നാഴിക കൊണ്ട് കൊടുക്കണം. 1 നാഴിക കൂടുതൽ നടത്തരുതെന്ന് പട്ടാളക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 നാഴിക നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്താ പറയും? ദേ യമാനെ 1 നാഴികയായി ഇതിവിടെ വെച്ചിരിക്കുന്നു, പിന്നെ വേറെ ആരെങ്കിലും വരുന്ന അവൻ നോക്കി നിൽക്കണം. പക്ഷേ 1 നാഴിക നിന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പറയണം, യജമാനെ വീട്ടിൽ വരെ എത്തിയില്ലല്ലോ, ഞാൻ വീട്ടിൽ കൊണ്ടുത്തരാം, ഇതിന് കൂലി കിട്ടുന്നതൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് യേശു വിഭാവനം ചെയ്തിരിക്കുന്നത്. അതാണ് യേശുവിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി, നമ്മുടെ ഹൃദയത്തിൽ പോലും നമുക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു മർമറിങ് ഇല്ലാത്ത നിലയിൽ നമ്മൾ ജീവിക്കാൻ, എന്തും സഹിക്കാൻ, അതിനൊക്കെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. എന്തിനാണ് ഇതെല്ലാം? 45-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അതിന് മുമ്പത്തെ വാക്യങ്ങളൊക്കെ ഞാൻ വായിക്കാത്തതാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുമെന്നും ശത്രുവിനെ പകയ്ക്കുമെന്നും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. അങ്ങനെ എല്ലാം നമുക്ക് സ്വാഭാവികമായി ചെയ്യാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. എന്നാൽ എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്? ഞാൻ കഷ്ടപ്പെട്ടെന്നുള്ള വാക്ക് ഞാനിട്ടതാ. ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ 45-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം, ഇങ്ങനെ ഒരു മൊറാലിറ്റി, ഒരു ധാർമ്മിക ജീവിതം ജീവിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് നൽകിയ ആത്മാവിൻ്റെ ശക്തിയോടെ പാപത്തോട് പോരാടി നമ്മൾ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും ഒരുപോലെ ദൈവസന്നിധിയിൽ ശുദ്ധവും നിഷ്കളങ്കവുമായി സൂക്ഷിക്കുമ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായിത്തീരുന്നു. അതാണ് കാര്യം. അങ്ങനെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് പിന്നെ പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെയാ. കാര്യം മഴ പെയ്യിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ, മഴ പെയ്യിക്കുമ്പോൾ വിശുദ്ധന്മാരായ ആളുകളുടെ വീടിന് ചുറ്റും മാത്രം മഴ പെയ്യുകയും മറ്റേടത്തെല്ലാം ഉണക്കും. അങ്ങനൊന്നുമില്ല. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ മഴ പെയ്യിക്കുകയും തൻ്റെ സൂര്യനെ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. പക്ഷെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മക്കളായി തീരേണ്ടതിന്. അതുകൊണ്ടാണ് 48-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അപ്പോൾ
പുത്രത്വം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ധാർമ്മികതയിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവ് നോക്കുക, നിങ്ങൾ ശരിക്കും പുത്രന്മാരാണോ ഇല്ലയോ നോക്കുക. കാര്യം ഈ പുത്രത്വമാണ് തേജസ്സിന്റെ അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്നത്. ആ തേജസ്സിന്റെ പാതയിലൂടെ തേജസ്കരിക്കപ്പെട്ടവനായി നമ്മൾ ആ തേജസ്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. പക്ഷെ ആ യാത്ര മുഴുവൻ വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നാലേ നമ്മൾ എവിടെ ചെന്ന് ചേരുന്നുള്ളൂ? തേജസ്സിൽ എത്തിച്ചേരുന്നുള്ളൂ. നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. ആ തേജസ് വരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ദൈവപുത്രന്മാരാക്കുന്ന ദൈവിക പദ്ധതിയിൽ നമ്മൾ പങ്കാളികളാകണമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ വിശുദ്ധിയും അവിടുത്തെ സൽഗുണപൂർണതയും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. 48-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. അപ്പൊ ഇത് ദൈവത്തിന്റെ സ്വപ്നം എന്നിൽ നിർവഹിക്കപ്പെടുവാൻ ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിക്കോളുമെന്നല്ല പറയുന്നത്. അങ്ങനെയും ടീച്ച് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾക്കൊന്നും ഇല്ല ബ്രദറെ, നമ്മളെ അങ്ങനെ അങ്ങ് ആക്കിക്കോളും. അതിന് കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നത് ദൈവമാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് നമുക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് വി ഹാവ് നത്തിങ് ടു ഡു, എവറിത്തിങ് ഈസ് ഡൺ ബൈ ഗാഡ്. സോ നിന്നെ സൽഗുണപൂർണനാക്കുന്നൊക്കെ കർത്താവാ, നീ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലെന്ന്. അങ്ങനല്ല. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ആയിത്തീരുമെന്നല്ല, ആകുവിൻ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതായ ദൃഷ്ടാന്തങ്ങൾ, അവനെ പോലെ നമ്മൾ ആയിത്തീരണം. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പൊ ഒരു സൈഡിൽ യേശുവാ, ഇങ്ങേ സൈഡിൽ ഞാൻ നിൽക്കുക. എന്റെ ചുമതല എന്നാ? അവൻ എന്തൊക്കെ ചെയ്യുന്നു അത് തന്നെ ചെയ്യുക. അവന്റെ ജീവിതം അതുപോലെ അനുകരിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. നുകത്തിന്റെ ഒരു ഭാഗം യേശുവിന്റെ കഴുത്തിലും മറ്റേ ഭാഗം എൻ്റെ കഴുത്തിലും ഞാൻ അവനോട് ചേർന്ന് പഠിക്കുന്നതായ ഒരനുഭവം. ഇത് നമ്മൾ പല സമയങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നിലയിലുള്ള ഒരു ഏകത, ഒരു ഏകീഭാവം, ഒരു യൂണിയൻ നമ്മളും കർത്താവുമായിട്ട് അത്യാവശ്യമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, അവൻ നമുക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് കർത്താവ് തന്നെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നു. യോഹന്നാന്റെ 13-14-5 യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പം ഈ ദൃഷ്ടാന്തം നോക്കിക്കോണം. കാര്യം നുഖത്തിന്റെ അങ്ങേ സൈഡിൽ ആരുണ്ട്? യേശു ഉണ്ട്. ആ യേശു പോകുന്ന പാതയിൽ കൂടെ വേണം നമ്മളും പോകാനായിട്ട്. അവൻ കാണിക്കുന്ന ദൃഷ്ടാന്തം അനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ 34-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഒരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ എന്ന് നമ്മൾ ആദ്യം കണ്ടു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും അതേപോലെ തന്നെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവ് എങ്ങനെയാ സ്നേഹിച്ചത്? അവൻ ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് ജീവനെ തന്നു. പക്ഷേ നമ്മൾ അത് മാതൃകയാക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയും, യോഹന്നാൻ 3:16 നമുക്കെല്ലാം അറിയാമെന്നല്ല, നമുക്കെല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. For God so loved the world, he gave his only begotten son, so that whosoever believeth in him shall not perish, but will have eternal life. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പക്ഷേ 1 യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 3:16 പലപ്പോഴും ആളുകൾ
പറയുന്നത് അങ്ങനെ കേൾക്കാറില്ല. അവിടെ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ന് എന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അതാണ് യേശു കാണിച്ച മാതൃക. യേശു കാണിച്ച മാതൃക പ്രകാരം നമ്മൾ ജീവിക്കണം. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. യേശു എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. യേശു ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണം. ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് അതിന്റെ 33-34 തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. തന്നെ ക്രൂശിച്ച മനുഷ്യരോട് ക്ഷമിക്കാൻ വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ചില്ലറക്കാര്യമൊന്നുമല്ല. തന്നെ ക്രൂശിച്ചവർ താഴെ നിൽക്കുക. കർത്താവ് പറയുക, പിതാവേ, പാവങ്ങളാ, ഒന്നും അറിയത്തില്ല, എന്തുവാ ചെയ്യുന്നതെന്നൊന്നും അവർ അറിയുന്നില്ല, നീ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെയുള്ള ഒരു ക്ഷമ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം എങ്ങനെ നമ്മളോട് ക്ഷമിച്ചത്? നമ്മൾ യാതൊരു പ്രതിഫലവും കൊടുത്തിട്ടല്ല കർത്താവ് ക്ഷമിച്ചത്. നമ്മളോടൊക്കെ ക്ഷമിക്കാൻ വല്ല ഡിമാൻഡും നമുക്ക് കൊടുക്കാനുണ്ടോ? എന്നിട്ടും കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം അതേപോലെ ക്ഷമിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ കാര്യം. കൊലോസ്യ ലേഖനത്തിലാണെങ്കിലും അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്യോന്യം പൊറുക്കുകയും ഒരുത്തനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമുക്കെല്ലാം മാതൃക ആരാണ്? ഇറ്റ് ഈസ് ഓൾ ലോർഡ്. കർത്താവാണ് മാതൃക. എന്തിനാണ് ഇതെല്ലാം? സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പുത്രത്വമാണ് നമ്മളെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പുത്രന്മാർക്ക് വേണ്ടിയാണ് തേജസ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കണം, യേശു ജീവിച്ചതുപോലെ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള അവന്റെ മൊറാലിറ്റി, നമ്മൾ ആ കർത്താവ് പഠിപ്പിച്ച മൊറാലിറ്റിയും കർത്താവ് ജീവിച്ച മൊറാലിറ്റിയും, കർത്താവ് പഠിപ്പിച്ച മൊറാലിറ്റിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പ്രധാനമായും കാണുന്നത് യേശു പഠിപ്പിച്ച മൊറാലിറ്റി. പക്ഷേ സുവിശേഷങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്നത് യേശു ജീവിച്ച ധാർമ്മികത. പഠിപ്പിച്ച ധാർമ്മികത പിന്തുടരണം. പക്ഷേ പഠിപ്പിച്ചേച്ച് യേശു മാറി നിൽക്കുകയല്ല. പഠിപ്പിച്ചവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. നമ്മൾ അവനെപ്പോലെ സ്നേഹിക്കണം, അവനെപ്പോലെ ക്ഷമിക്കണം, അവനെപ്പോലെ പ്രാർത്ഥിക്കണം. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. അവൻ എന്തൊക്കെ ചെയ്തോ അതുപോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണമെന്നാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വിളിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ്. യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. നമ്മൾ കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് 1 യോഹന്നാൻ 3-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവൻ വരുമ്പോൾ, 1 യോഹന്നാന്റെ ലേഖനം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. 3-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ടെന്നുള്ള പറയുന്നത്, കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നമ്മൾ അറിയുന്നു. അവന്റെ സദൃശ്യതയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായ ഒരു മൊറാലിറ്റി അവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ. എന്നാൽ മൊറാലിറ്റി അവൻ പഠിപ്പിച്ചത് മാത്രമല്ല, അവൻ്റെ ജീവിതവും എങ്ങനെ തന്നെയായിരുന്നു? ഈ മൊറാലിറ്റി അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു.
അങ്ങനെ അവനെപ്പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്യന്തികമായി അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ കഴിയുന്നത്. അങ്ങനെ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ? അവനോട് ചേർന്ന് അവനെപ്പോലെ ആയിക്കൊണ്ട് ആ തേജസ്സിൽ, കാര്യം നമുക്ക് തേജസ് തരാൻ വേണ്ടിയാണല്ലോ യേശു ഭൂമിയിലേക്ക് വന്നത്, ആ തേജസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇതാണ് ദൈവികമായ ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ നീ വീണ്ടെടുത്തു, വിടുവിച്ചു. എന്നാൽ വിടുവിച്ചിട്ട് നീ മാറിയിരിക്കുകയല്ല, പ്രത്യുത ഞങ്ങളുടെ വീണ്ടെടുപ്പ് ഒരു ഹോളിസ്റ്റിക് ആകണമെങ്കിൽ ആത്യന്തികമായി തേജസ് വരെയും ഞങ്ങൾ ചെന്നെത്തണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കാൽവറി ക്രൂശിലെ മരണത്താൽ നീ വിടുവിച്ചു. എന്നാൽ ഞങ്ങളെ ആത്മാവിനെ ജീവിപ്പിച്ചുകൊണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ ഞങ്ങളെ നീ ജീവിപ്പിച്ച് ഇപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഞങ്ങളിൽ തന്നിരിക്കുന്നു. നേരത്തെ ഞങ്ങളിൽ വാണുകൊണ്ടിരുന്നത് പാപത്തിൻ്റെ പ്രമാണമാണ്. പലപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ കഴിയാതെ തിന്മ പ്രവർത്തിക്കുന്ന ഒരു പഴയ അവസ്ഥ ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഇനി അതിന് അടിമകളാകേണ്ട കാര്യമില്ല. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നീ ഉള്ളിൽ തന്നിട്ടുണ്ട്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ മരണത്തിലൂടെ നീ വിടുതൽ നൽകിയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഒരു വിടുതലും നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതോടത്ത് സ്തോത്രം. ഞങ്ങൾ വളരുമ്പോൾ കർത്താവെ, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടി. ജഡത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചല്ല, ആത്മസ്വഭാവമുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മുന്നേറുമ്പോൾ ഏറ്റവും ആത്യന്തികമായി ഞങ്ങൾ തേജസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മുന്നേറുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും ഒരു ദിവസം ഞങ്ങൾ തേജസ്സിൻ്റെ ശരീരവും ധരിച്ചുകൊണ്ടാണ് നിന്റെ സന്നിധി നിൽക്കാൻ പോകുന്നത്. കർത്താവേ, ഏദൻ തോട്ടത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ മടക്കിത്തരുവാൻ നിന്റെ പുത്രനെ നീ അയച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.